ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ബോളിവുഡ് ഇതിഹാസം അമിതാഭ് ബച്ചൻ പ്രധാന കഥാപാത്രമായി 2009 പുറത്തിറങ്ങിയ പ എന്ന ചിത്രം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സാം ബേൺസിൻ്റെ ജീവിതകഥയാണ് ആ സിനിമയിലൂടെ നമ്മൾ കണ്ടത്. ആരാണ് സാം ബേൺസ്? 1996 അമേരിക്കയിലെ റോഡ് ഐലൻഡിലെ പ്രൊവിഡൻസിൽ ജനിച്ച സാം ബേൺസ് നമ്മളൊന്നും കേട്ടിട്ട് പോലുമില്ലായിരുന്ന കുരുന്നു പ്രായത്തിൽ തന്നെ വാർദ്ധക്യം ബാധിക്കുന്ന അപൂർവ ജനിതക രോഗം പ്രൊഗേരിയ. മെഡിക്കൽ സയൻസിൽ ഇതിന് പ്രതിവിധികളില്ല എന്ന് സാമിൻ്റെ മാതാപിതാക്കളായ ഡോക്ടർ സ്കോട്ട് ബേൺസിനും ഡോക്ടർ ലെസ്ലി ഗോർഡനും അറിയാമായിരുന്നു. എങ്കിലും തൻ്റെ പിഞ്ചോമനെ വിധിക്ക് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. പ്രൊഗേരിയ ഫൗണ്ടേഷൻ എന്ന ആഗോള സംഘടനയ്ക്ക് അവർ രൂപം നൽകി. ഈ രോഗത്തെപ്പറ്റി അവയർനെസ് നൽകുക, സാധ്യമായ ചികിത്സകൾ കണ്ടെത്തുക, പ്രൊഗേരിയ ബാധിതരായ കുട്ടികൾക്കും അവരുടെ പേരൻസിനും സപ്പോർട്ട് നൽകുക. ഇതൊക്കെയായിരുന്നു പ്രൊഗേരിയ ഫൗണ്ടേഷൻ്റെ ലക്ഷ്യം. ഈ രോഗം ബാധിക്കുന്ന കുട്ടികൾക്ക് ആയുസ് നീട്ടിക്കിട്ടാനുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ വളരെ നാളത്തെ റിസർച്ചിലൂടെ ഇവർക്ക് സാധിച്ചു. സ്വന്തം മാതാപിതാക്കൾ കണ്ടുപിടിച്ച മരുന്നിലൂടെ കൊച്ചു സാം ജീവിച്ചു തുടങ്ങി. ഈ രോഗം ബാധിച്ച് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനാവാതെയും സ്കൂളിൽ പോകാൻ കഴിയാത്ത കുട്ടികൾക്ക് മുമ്പിൽ സാം ഒരത്ഭുതമായി മാറി. സ്കൂൾ ബാൻഡിനൊപ്പം ഡ്രം പ്ലേ ചെയ്യുക എന്നത് സാമിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. പക്ഷേ ഈ ഡ്രമ്മിൻ്റെ വെയിറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ സാമിന് ആ ഡ്രം ഉപയോഗിക്കാൻ സാധിക്കില്ലായിരുന്നു. സാമിന് മനസ്സിലായി എൻ്റെ സ്വപ്നം നടക്കാൻ സാധ്യതയില്ല എന്ന്. പക്ഷേ അവിടെയും സാമും മാതാപിതാക്കളും തളരാൻ തയ്യാറല്ലായിരുന്നു, തോറ്റു പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. ഒരു എഞ്ചിനീയറോടൊപ്പം വർക്ക് ചെയ്ത് വെയിറ്റ് കുറഞ്ഞ ഡ്രം അവർ വികസിപ്പിച്ചെടുത്തു. അങ്ങനെ സ്കൂൾ ബാൻഡിൻ്റെ ഭാഗമായി സാം തൻ്റെ ആഗ്രഹം സഫലീകരിച്ചു. നമ്മുടെ ആഗ്രഹങ്ങളും ഇതുപോലെ തന്നെയാണ്. മാർഗമധ്യേ പല തടസ്സങ്ങളും ഉണ്ടാവും. പക്ഷേ അതൊന്നും നമ്മളെ ബാധിക്കരുത്. ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോവുക. നമുക്ക് അതിന് സാധിക്കും. ലൈഫ് അക്കോർഡിംഗ് ടു സാം എന്ന തലക്കെട്ടിൽ ഒരു HBO ഡോക്യുമെൻ്ററി പുറത്തിറങ്ങി, സാമിനെ പറ്റിയുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ട്. അതിനുശേഷം 2014 സാം ടെഡ് ടോക്കിൽ പ്രത്യക്ഷപ്പെട്ടു. ടെഡ്, ടെക്നോളജി, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഡിസൈൻ. പ്രഗത്ഭരായ വ്യക്തികൾ അവരുടെ അറിവുകളിലൂടെ പ്രചോദനം നൽകുന്ന ചെറു വീഡിയോകളാണ് ടെഡ് ടോക്കിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സാധാരണഗതിയിൽ 3 മിനിറ്റിനും 18 മിനിറ്റിനും ഇടയിലാണ് ടെഡ് ടോക്ക് വീഡിയോകളുടെ ലെങ്ത്. മൈ ഫിലോസഫി ഫോർ എ ഹാപ്പി ലൈഫ്, ഈ തലക്കെട്ടിലായിരുന്നു ടെഡ് ടോക്കിൽ സാം പ്രത്യക്ഷപ്പെട്ടത്. സ്കൂൾ ബാൻഡ് ടീമിൻ്റെ കൂടെ ഡ്രം പ്ലേ ചെയ്യുന്ന വീഡിയോയിലൂടെ സാം ടെഡ് ടോക്ക് പ്രസംഗം ആരംഭിച്ചു. കരഘോഷത്തോടെ ആളുകൾ അതിനെ സ്വീകരിച്ചു. ഈ ടെഡ് ടോക്ക് വീഡിയോയിലൂടെ സാം നമുക്ക് 3 കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ഫസ്റ്റ് വൺ, ബി ഓക്കെ വിത്ത് വാട്ട് യു അൾട്ടിമേറ്റ്ലി കാൺ ഡു ബിക്കോസ് ദർ ഈസ് സോ മച്ച് യു ക്യാൻ ഡു. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളുണ്ടായിരിക്കാം, അത് അംഗീകരിക്കുക. പക്ഷേ നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ടത് അതിനെപ്പറ്റിയല്ല, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. റോളർ കോസ്റ്ററിൽ കയറാനോ ലോങ് റണ്ണിൽ പങ്കെടുക്കാനോ സാമിന് സാധിക്കില്ല. പക്ഷേ സാമിന് സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ലോകത്തിന് കാണിച്ചു തരികയും ചെയ്തു. സാം പറയുന്ന രണ്ടാമത്തെ കാര്യം, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പീപ്പിൾ യു വാണ്ട് ടു. സാം പറയുന്നു സാമിൻ്റെ ബ്ലെസ്സിങ്ങും അതുതന്നെയാണ്. സാമിൻ്റെ പേരൻസ്, ഫ്രണ്ട്സ്, മറ്റു പ്രിയപ്പെട്ടവർ. സാം ആഗ്രഹിച്ച ആളുകളെല്ലാം സാമിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. നിങ്ങളും അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളെ കൂടെ നിർത്താൻ ശ്രമിക്കുക. ഇഷ്ടമുള്ള ആളുകൾക്കൊപ്പം സമയം ചെലവഴിക്കുക. നിങ്ങളും കൂടെ നിൽക്കുന്നവരും ഹാപ്പി ആയിരിക്കുക. നമുക്ക് ചേരാത്ത ആളുകളെ മാറ്റി നിർത്തുക തന്നെ ചെയ്യുക. അവർക്കും നിങ്ങൾക്കും സന്തോഷം കിട്ടാൻ അത് തന്നെയാണ് നല്ലത്. മൂന്നാമത്തെ കാര്യം, കീപ് മൂവിങ് ഫോർവേഡ് ഈവൻ ഇൻ ദ ഫേസ് ഓഫ് ഓബ്സ്റ്റക്കിൾസ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും മുന്നോട്ട് തന്നെ പോവുക. ഹർഡിൽസ്, തടസ്സങ്ങൾ എന്തായാലും ഉണ്ടാകും. നിങ്ങളുടെ ഏത് ലക്ഷ്യത്തിനും തടസ്സങ്ങളുണ്ടാകും. അതിനെ മറികടക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓരോ തടസ്സങ്ങളുണ്ടാകുമ്പോഴും എനിക്കിതിന് സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ പിന്മാറുകയാണ് എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ അതല്ല വേണ്ടത്. ശ്രമിക്കുക, നിങ്ങൾക്ക് സാധിക്കും. വീണ്ടും വീണ്ടും പരിശ്രമിക്കുന്നതിലൂടെ നമുക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്നുള്ള ചോദ്യത്തിന് സാം പറഞ്ഞ ഉത്തരം എന്താണെന്നറിയാമോ? ഇറ്റ് വാസ് ഐ ഹാവ് എ വെരി ഹാപ്പി ലൈഫ്. പ്രൊഗേരിയ ബാധിച്ച സാമിന് ഇത് പറയാൻ സാധിച്ചുവെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിലും കൂടുതൽ ഹാപ്പിയായി ജീവിക്കാൻ സാധിക്കില്ലേ? 1996 ജനിച്ച സാം 2014 തൻ്റെ 17ാമത്തെ വയസ്സിൽ അന്തരിച്ചു. ഈ ലോകത്തിന് ഒരുപാട് മോട്ടിവേഷൻ നൽകിയ വ്യക്തി, സ്വന്തം ജീവിതത്തിലൂടെ സ്വന്തം പ്രയത്നത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തന്ന വ്യക്തി. നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. എല്ലാ കഴിവുകളുമുള്ള ആരുമില്ല, അതുപോലെ തന്നെ ഒരു കഴിവുമില്ലാത്ത ആരുമില്ല. നിർഭാഗ്യവശാൽ ചില സാഹചര്യങ്ങൾ കൊണ്ട്, ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തൻ്റെ കഴിവുകൾ ഉപയോഗിക്കേണ്ടി വരുന്നില്ലായിരിക്കാം, ഉപയോഗിക്കേണ്ട സാഹചര്യം വരുന്നില്ലായിരിക്കാം എന്ന് കരുതി ഒരു കഴിവുമില്ലാത്ത ആളുകൾ ആകുന്നില്ല. ജീവിതത്തിൽ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെയാണ് ഓരോ വ്യക്തിക്കും അവരുടെ കഴിവുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്ക്
ഒരിടത്തും ഒരു സാഹചര്യത്തിലും കഴിവുകൾ ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അതേസമയം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ പടിപടിയായി ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇതുവരെ ചെയ്യാത്ത പല ഉത്തരവാദിത്തങ്ങളും ചെയ്യാൻ പലർക്കും സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, കുട്ടികളായാലും മുതിർന്നവരായാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ തന്നെ ശ്രമിക്കുക. സാം നമ്മളോട് പറയുന്നു, ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ദ പ്രസന്റ് മൊമെൻറ്റ്. പ്രസൻറ്റിൽ ജീവിക്കുക, ഇപ്പോൾ സന്തോഷമായിരിക്കുക, ഈ നിമിഷത്തെ സന്തോഷം അനുഭവിക്കാൻ ശ്രമിക്കുക. കടന്നുപോയ പാസ്റ്റിനെയോ വരാൻ പോകുന്ന ഫ്യൂച്ചറിനെയോ ഓർത്ത് സങ്കടപ്പെടേണ്ട, ആകുലപ്പെടേണ്ട കാര്യമില്ല. ഫ്യൂച്ചറിന് വേണ്ടി പ്ലാൻ ചെയ്യാം, പക്ഷേ ഫ്യൂച്ചറിനെ ഓർത്ത് ഭയപ്പെടരുത്. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത് എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അതുതന്നെയാണ് വേണ്ടത്. ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാത്ത കാര്യത്തെ ഓർത്ത് വിഷമിക്കരുത്, പക്ഷേ പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. പ്ലാൻ ചെയ്യുക. കഴിഞ്ഞു പോയ പാസ്റ്റിനെ പറ്റി ചിന്തിക്കാം, പക്ഷേ അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ട് മാത്രമേ കൂട്ടാവൂ. അല്ലാതെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ കറുത്ത അധ്യായമായി മാറരുത്. എല്ലാവരുടെയും ജീവിതത്തിൽ നെഗറ്റീവ് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. നെഗറ്റീവ് സംഭവിക്കാത്ത ഒരു വ്യക്തിയുമില്ല. ആ നെഗറ്റീവിൽ നിന്നും നമ്മൾ കൂടുതൽ പഠിക്കുക. തോൽവികളിൽ നിന്ന് പഠിക്കുക, പരിഹാസങ്ങളിൽ നിന്ന് പഠിക്കുക, അവഗണനകളിൽ നിന്നും പഠിക്കുക. ഓരോ തവണയും കൂടുതൽ ശക്തനാകുക. നമ്മളെ കളിയാക്കിയവരുടെയും നമ്മളെ തോൽപ്പിച്ചവരുടെയും മുന്നിൽ ജയിച്ചു കാണിക്കുക. നിങ്ങൾക്ക് സാധിക്കും. സാം ബേൺസ് നമുക്കെന്നും ഒരു പ്രചോദനം തന്നെയായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.